ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ വീനസ് വില്ല യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു വിസയെ പറ്റി എല്ലാവരും കേട്ട് കാണുമായിരിക്കുമല്ലോ. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു വിസ ഒരു വർഷത്തേക്കുള്ള വിസയാണ്. ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ പോയി ജോലി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും. ഈ ഒരു വിസയുടെ ബാലറ്റ് 24 ജൂണിന് ഓപ്പൺ ആയിട്ടുണ്ട്. ജൂലൈ 15 വരെയുള്ളൂ ഈ ഒരു വിസയുടെ സമയം. എല്ലാവരും അവസാനത്തെ ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഈ ഒരു വീഡിയോ എല്ലാവരും മിസ്സാക്കാതെ കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ആൻഡ് ഇമി അക്കൗണ്ട്, അല്ലാതെ ലോഗിൻ ഓൾറെഡി ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്ത് കയറാൻ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഇമെയിൽ ഐ ഡി ആണ്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുമ്പോൾ അവരൊരു വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കും. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്ത് നിങ്ങൾ അകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ ഡീറ്റെയിൽസ് ആദ്യം ഫാമിലി നെയിം ആണ് ചോദിക്കുന്നത്. ഫാമിലി നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ സർനെയിം തന്നെയാണ്. ഗിവൺ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമുമാണ്. എല്ലാം പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഈ ഒരു പേജിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കാം. നിങ്ങളുടെ യൂസർ നെയിം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നെ ആയിരിക്കും. നല്ലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, സ്ട്രോങ് ആയിട്ടുള്ളത്. അതിനുശേഷം സീക്രട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിന് ഉത്തരം കൊടുക്കുക. ലൈക്ക്, ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ടീച്ചർ, അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കുക. പിന്നെ ഡിക്ലറേഷൻ ആണ്, ടേംസ് ആൻഡ് കണ്ടീഷൻ ആൻഡ് സെക്യൂരിറ്റി ചെക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ഓതന്റിക്കേഷൻ ആപ്പ് ഉണ്ടോ എന്നായിരിക്കും ചോദിക്കുക. എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എസ് കൊടുത്തത്. ഈ പേജിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 6 ഡിജിറ്റ് കോഡ് കാണിക്കും. ആ കോഡ് അടുത്ത പേജിൽ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് വരും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പുതിയൊരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും വിസ പ്രീ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് 4ാമത്തെ ഓപ്ഷനായ വർക്ക് ആൻഡ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്യുക. ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. വിത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എല്ലാ അക്നോളജും ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി നെയിം, നിങ്ങളുടെ ഗിവൺ നെയിം പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കണേ. പിന്നെ നിങ്ങൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നെല്ലാം കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആണെന്ന് കൊടുക്കുക. പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കുക. നാഷണൽ ID നമ്പറാണ് ഇനി ചോദിക്കുന്നത്. എപ്പോഴും ID നമ്പർ പാൻ കാർഡിൻ്റെ കൊടുക്കുന്നതായിരിക്കും ഉചിതം. നിങ്ങളുടെ ഇമെയിൽ ID കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഡിക്ലറേഷൻ എല്ലാം ടിക്കിട്ടതിന് ശേഷം സേവ് കൊടുക്കുക. സോ ഫോം എല്ലാം സേവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു പേജ് കാണിക്കും. ഈ ഫോമിൻ്റെ ലാസ്റ്റ് ആയിട്ട് റിവ്യൂ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേ ആൻഡ് സബ്മിറ്റ് കാണിക്കും. ലാസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് പേജ് ആണ്. $25 ഓസ്ട്രേലിയൻ ആണ് അവർ ചോദിക്കുന്നത്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നവർ കാണിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.